ഓക്കെ ഗൈസ്, നമ്മളാണെങ്കിൽ ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് എടുത്ത് പറഞ്ഞ് ഫോംബി വന്നിട്ടുണ്ട് നമ്മുടെ ഫിറ്റിയിൽ. നമ്മുടെ ഫിറ്റി ഫുള്ള് ഫോംബി വളഞ്ഞിരിക്കുകയെന്നാണ് പുള്ളി പറഞ്ഞത്. നമ്മളെ ഒരുത്ത് വിളിച്ചായിരുന്നു. ഇപ്പം അവൻ പറഞ്ഞ ഇവിടെ ഫുള്ള് ഫോംബിയാണ്, നമുക്കൊന്ന് പുറത്തിറങ്ങി നോക്കേണ്ടതായിട്ടുണ്ട്. അത് ഫോംബിയെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് സ്നൈപ്പർ എടുത്തൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. സ്നൈപ്പർ എടുത്ത് നോക്കാം ഗൈസ്. ഫോംബി ഗൈസ്, അയ്യോ ഇത് രണ്ടെണ്ണം എന്നെ വെടിവെച്ചിട്ട് കൊള്ളണല്ലോ. ഓ ചത്തു. എനിക്ക് തോന്നുന്നു ഒരു വെടിക്ക് ചാവണ്ടെന്ന് തോന്നുന്നു. ഓ രണ്ടെണ്ണമുള്ളൂ തോന്നുന്നു ഗൈസ്. നമ്മളതിനെ കൊന്നിട്ടുണ്ട്. നമുക്ക് പുറത്തിറങ്ങി നോക്കാം. രണ്ടെണ്ണം ഉണ്ടാവാനല്ല വഴി ഉണ്ടാവണേ. അവൻ പറഞ്ഞ കുറേ ഫോംബി ഉണ്ടായിരുന്നെന്നാണ്. അതേ നിൽക്കണു ഗൈസ് ഒരെണ്ണം. അതിനെയും കൂടി കൊല്ലാം ഗൈസ്. ഓനോ പണിയാലോ. ഇതെന്താ ചെയ്യേണ്ടിനി? ഇതിനാണ് എല്ലാത്തിനും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് കൊല്ലാനും പറ്റില്ല. നമുക്ക് RPG ഇട്ട് നോക്കാം ഗൈസ്. RPG ഇട്ടിട്ടും വലിയ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെ മൂട്ടി പോയി പൊട്ടിട്ട് ചാവണല്ലോ ഗൈസ്. ഇതിൻ്റെ അടുത്ത് ഇത് ഫോണായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. തോക്കം കൊണ്ട് പിടിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നണു ഗൈസ്. ഓനോ ഇതിന് ഇതിൻ്റെ മൂട്ടിപ്പോയി പൊട്ടിയിട്ട് ഇത് ചാവള്ള. ഇതെന്താ ചത്തു. ഒരെണ്ണം ചത്തു ഗൈസ്. കുറേ RPG ഇട്ടിട്ട് ചാവുള്ളൂ. സ്നൈപ്പറാണെങ്കിൽ ഒരെണ്ണം ചാവുന്നു തോന്നുന്നു. ഇതാരെ കോൾ വിളിക്കണേ പണ്ടാരാ. ഓ ഗൈസ് പെട്ടെന്ന് പോകാം ഗൈസ്. നമുക്ക് വണ്ടി എടുത്ത് പെട്ടെന്ന് പോയിട്ടേ വേറെ എന്തെങ്കിലും ഒളിച്ചിരിക്കാം നമുക്ക്. അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ ഫോംബിയൊക്കെ ഒന്ന് കടിച്ച്. ഓ ഗൈസ് ഇത് താഴത്തെ കൂടെ സോംബിനു. ഇതന്നെ താഴത്തെ കൂടെ തന്നെ. ഇത്ര നാൾ ഡൈനോസർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരായിരുന്നു. ഫോംബി ഇത് നമ്മുടെ ഹെൽത്ത് കുറയല്ല കേട്ടോ. കടിക്കലാന്ന് തോന്നുന്നു. അത് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സോംബിയാവും. സോംബി കടിച്ചറിയാലോ നമ്മൾ സോംബിയാവും. പിന്നെ നമ്മൾ ഇതുപോലെ ഇരിക്കും. ഓ ഗൈസ് ഇതന്നെ അതിനടിച്ചിട്ട് നമ്മൾ പറഞ്ഞോണേ. എനിക്കാണെന്ന് ഭയങ്കര ശക്തിയുള്ള സോംബിയാണ്. ഇതേ എൻ്റെ വണ്ടി ഫുള്ളും പോയി ഗൈസ്. ഓനോ ഇതേ പോണു. ബമ്പറൊക്കെ ഇതേ പറന്നുപോയി. നമുക്ക് പെട്ടെന്ന് അതിൻ്റെ മേളിൽ കയറാൻ പറ്റും നോക്കാം. ആ റാപ്പിൻ്റെ മേളിൽ കയറിയിരിക്കാം. അങ്ങനെ സോംബി നമ്മളെ പിടിക്കില്ലല്ലോ ഗൈസ്. നമ്മൾ റാപ്പിൻ്റെ മേളിൽ കയറിയിരിക്കാൻ പോണ്. റാപ്പിൻ്റെ മേളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ബുദ്ധിയെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് പെട്ടെന്ന് റാപ്പിൻ്റെ മേളിൽ കയറാം. അയ്യോ ഗൈസ് റാപ്പിൻ്റെ മേളിൽ കയറാൻ പറ്റിയില്ല ഗൈസ്. ഇതെന്തൊരു കഷ്ടമാണ്. നമുക്ക് ഇതിനൊക്കെ ഇടിച്ച് കൊല്ലാൻ പറ്റുമോ നോക്കാം. ഇതാണെങ്കിൽ നമ്മൾ കാണുമ്പോൾ തന്നെ വരിക. പിന്നെ ഇതിനിടിക്കുമ്പോൾ നമ്മുടെ കാറിൻ്റെ പാർട്സൊക്കെ പോവുക ഗൈസ്. ഇത് കണ്ടോ, ഇതിനിടിച്ചപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിനിടിക്കുമ്പോൾ ചാവണ്ട കേട്ടോ ഗൈസ്. പക്ഷെ ഇത് ഇടിത്തോളും വീണ്ടും സ്പോണായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓനോ പണ്ട് ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ വന്നേണ്ടായിരുന്നു. അപ്പം എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇത് പിന്നെ എങ്ങനെ അതിനെ കൊല്ലാണോ ഇതെന്ന് അറിയില്ല. ഇവിടെ പണ്ടൊരു മിലിറ്ററിക്കാരനായിരുന്നു ഗൈസ്. അയാളെ പോയി കാണണമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിവിടെ വണ്ടി എടുത്തിട്ട് പതിയെ എല്ലാത്തിനും കൊല്ലാം. നല്ലത്. നമുക്ക് സ്നൈപ്പ് എടുത്ത് എല്ലാത്തിനും കൊന്നളയാം. മാക്സിമം കൊല്ലാൻ നോക്കാം ഗൈസ്. ഇവിടെ പണ്ടൊരു പട്ടാളക്കാരനായിരുന്നു എല്ലാ സോംബീനെയും കൊന്നത്. നമുക്കറിയില്ല എങ്ങനെയാന്ന്. പെട്ടെന്ന് കൊല്ലാം. ഇതാണ് കൊള്ളണമില്ല കൊണ്ടാലും. കൊണ്ടു ഒന്നും ഉണ്ട് ഗൈസ്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു 3 ഉണ്ടായിരുന്നല്ലോ. അതേ കൊടുത്ത് വിട്ടിക്കട മാത്രമേ ഉള്ളൂ. കൊള്ളണമല്ലോ കൊണ്ടാരം. ഓക്കെ ആ ചത്തനുണ്ട്. 2 വെടി 1 വെടി വയ്ക്കുമ്പോൾ ചാവുണ്ട്. പകുതിയും കൊള്ളല്ല. കൈക്കിട്ട് കൊടുക്കുമ്പോൾ ചാവില്ല. നെഞ്ചിലിട്ട് കൊടുക്കുമ്പോഴാണ് 1 വെടിക്ക് ചാവണം ഗൈസ്. ഇതുണ്ടോ ഇതാണെങ്കിൽ ഓക്കെ നെഞ്ചിലിട്ട് കൊടുത്തപ്പോൾ ചത്തരുണ്ട് ഒരെണ്ണം. ഇത് ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഇതേ കൊണു 4 ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൊന്നിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിലൂടെ ഇത് കുറേ ഫോംബി ഉണ്ട്. നമുക്കതിനെ എല്ലാത്തിനും കൊല്ലാൻ പറ്റില്ല ഗൈസ്. കുറച്ചെങ്ങാനും കൊല്ലാൻ നോക്കാം. പക്ഷെ കൊന്നിട്ടും കാര്യമില്ല. അത് വീണ്ടും സ്പോണായിരിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കൊന്നിട്ട് ഒരു കാര്യമില്ല ഗൈസ്. നമുക്ക് ചുമ്മാ വെടിച്ച് നോക്കാം. ചത്താലോ ചാവുണ്ട്. പക്ഷെ വീണ്ടും സ്പോണാവുന്നേ. അതാണ് കുഴപ്പം. മിക്കതിനെ നമുക്ക് കൊല്ലാം. ആ മിലിറ്ററിക്കാരൻ്റെ വീട് എവിടെയായിരിക്കുമോ? അങ്ങനെ അയാളോട് ചെന്ന് ചോദിക്കാമായിരുന്നു. മിലിറ്ററിക്കാരൻ്റെ വീട് എനിക്ക് തോന്നുന്നു ഒരു സ്ഥലത്ത് അവിടെയാന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് അറിയാവുന്നൊരു വീടുണ്ട്. ആ വീടാന്ന് തോന്നുന്നു. നമുക്കൊന്ന് പെട്ടെന്ന് പോയി നോക്കണം. അതൊക്കെ മുമ്പ് ഈ RPG കൂടി ഒന്ന് വിട്ടു നോക്കട്ടെ. വിട്ടു നോക്കിയിട്ട് നമുക്ക് മിലിറ്ററിക്കാരനെ ചെന്ന് കണ്ടു നോക്കാം. ചിലപ്പോൾ ആ പുള്ളി നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരായിരിക്കും. ഇതൊന്ന് വിട്ട് കൊല്ലാൻ പറ്റുമെങ്കിൽ കൊല്ലാൻ മാക്സിമം ഗൈസ്. പുള്ളി മിലിറ്ററിക്കാരനായിട്ട് പുള്ളിയും തോക്കുമ്പോഴത്തേക്കും കൊന്നതാണ് എനിക്ക് തോന്നണേ. വേറെ എങ്ങനെ കൊല്ലാൻ ഫോമിനെ. പുള്ളി ഒരു മിലിറ്ററിക്കാരൻ നമ്മുടെ ഈ വീടിൻ്റെ അടുത്തല്ല, കുറച്ച് ദൂരെയായിട്ടുണ്ട്. അങ്ങോട്ടൊന്ന് പോയി നോക്കണം. ഈ സോംബിയുടെ മൂട്ടി പോയി പൊട്ടിട്ട് ചാവള ഗൈസ്. നമുക്കിവിടുന്ന് പോണതാണ് നല്ലത്. അല്ലെങ്കിൽ പണി പാലുംവെള്ളത്ത് കിട്ടും. നമുക്ക് വേണമെങ്കിൽ വണ്ടി എടുത്തിട്ട് പോയിട്ട് മിലിറ്ററിക്കാരനെ ചെന്ന് കാണാൻ ഗൈസ്. പറ്റുള്ളൂ. നമ്മുടെ ഇവിടെ നേരത്തെ എല്ലാം കൊന്നതാണ് ഞാൻ ആ സൈഡിൽ. എന്നിട്ട് വീണ്ടും ഫോംബി വന്നു. നമുക്ക് പെട്ടെന്ന് എൻ്റെ വീട്ടിലെ ഡോറ് ഫുള്ളും പറഞ്ഞു പോയി ഗൈസ്. അതാണ് പണി. നമുക്ക് പോയി കണ്ടിട്ട് വരാം.
എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത് തന്നെയാണെന്നാണ് വീട്, എനിക്ക് ഇവിടെ അടുത്താന്ന് തോന്നുന്നു. എൻ്റെ കൂട്ടുകാരനോട് വിളിച്ച് ചോദിക്കണം ഗൈസ്. ഇവിടെ നിന്ന് എങ്ങാണ്ട് ലെഫ്റ്റ് എടുക്കണം എന്നാണ് തോന്നണം ഗൈസ്. കാരണം ഇവിടെ അടുത്തായിട്ട് എങ്ങാണ്ടാണ്. നമുക്ക് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുക്കാം ഗൈസ്, അതാണ് നല്ലത്. ഓ ഈ പണ്ടാരം വണ്ടിയാണ്, കൺട്രോളില്ല. ഓ എന്നോ മറിഞ്ഞാടി ഗൈസ്. പണ്ടാരം ഇതേ സോംബി അടിക്കാൻ പറ്റും. പണ്ടാരെ സോംബി മാറാ, ഞാൻ പോട്ടടാ പ്ലീസ്, ഞാൻ പോട്ടെ. ഞാൻ നിന്നെയൊക്കെ കൊല്ലാൻ ഞാൻ വരാടാ, പിന്നെ വരാടാ, ഞാൻ പോട്ടെ. ആദ്യം ഒന്ന് മിലിറ്ററിക്കാരനെ പോയി നമുക്ക് കാണണം ഗൈസ്, അല്ലെങ്കിൽ പണിയാണ്. എനിക്ക് ഇതുവഴി പോയിട്ട് വീണ്ടും റൈറ്റ് എടുക്കണം എന്നാണ് എനിക്ക് തോന്നണേ. അങ്ങനെയാണ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞത്. നമുക്ക് പെട്ടെന്ന് പോയി, അയാളെ കണ്ടില്ലെങ്കിൽ നമ്മളെ ഫിറ്റ് ഫുള്ള് നശിപ്പിച്ചു പോകും. ഈ ഫോംബികൾ, ഈ പന്നകൾ നശിപ്പിക്കാൻ കഴിച്ച് നമ്മളെ ഫിറ്റ്. നേരെ പോയിട്ട് വീണ്ടും റൈറ്റ് എന്നാണ് അവൻ പറഞ്ഞത്. വീണ്ടും റൈറ്റ് എടുത്ത് നോക്കാം. വലിയ ബംഗ്ലാവ്, അതാന്ന് തോന്നുന്നത് വലിയ വീട്. കൂട്ടുകാരൻ പറഞ്ഞാൽ വലിയ വീടാണ്. നമുക്ക് അതിൻ്റെ മേളിലോട്ട് കയറാം, മേളിൽ ആ പുള്ളി ഉണ്ടാവും. ഓ നോ, ഇവിടെ ഫുള്ള് സോംബി ഇരിഞ്ഞടിച്ചിട്ട് കിടക്കാം അവിടെ പന്നി. നമുക്ക് ഇറങ്ങാം ഗൈസ്. ഇതന്നെ അവിടെ ഇറങ്ങണം മണ്ട. അയ്യോ സോംബി കടിക്കണു ഗൈസ്, നമ്മുടെ ഹെൽത്ത് കുറയുണ്ട്. ഓ നോ, ഇത് ഗ്ലിച്ചായില്ലോ. ശരിയാ ഗൈസ്, പോടാ മേളിലോട്ട് കയറില്ല എന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് പെട്ടെന്ന് മേളിൽ കയറിയിട്ട് അയാളോട് സംസാരിക്കാം. നമുക്ക് പെട്ടെന്ന് മേളിൽ കയറാം ഗൈസ്. ഈ ഫോംബിയാണ് നമ്മുടെ പിന്നാലെ ഉണ്ട്, അതാണ് ഈ ഭിത്തിയുടെ ഉള്ളിൽ കൂടെ വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് സംസാരിക്കാം. ഓക്കെ ഗൈസ്, ഈ മിലിറ്ററിക്കാരനെ പിടിക്കുന്നുണ്ട്. നമുക്ക് ഇയാളോട് ചെന്ന് പറയാം. ഹലോ ബ്രോ, ഇവിടെ ഫുള്ളും ഫോംബി, നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ആടാ ഞാനതൊക്കെ അറിഞ്ഞതാണ്. ഇവിടെ ഫുള്ള് ഫോംബി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ എല്ലാത്തിനും പോയി കൊല്ലു, അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ ഈ ഗണ്ണ് മാത്രമേ ഉള്ളൂ. ഞാൻ കുറേ എണ്ണത്തിന് കൊന്നു മിലിറ്ററിക്കാരാ, എന്നിട്ട് വീണ്ടും അത് സ്പോണായിക്കൊണ്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ പണ്ട് ഇതേപോലെ ഫോംബി വന്നപ്പോൾ നിങ്ങൾ എന്താണെന്ന് ചെയ്തേ? പണ്ട് വന്നപ്പോൾ ഞാനൊരു ട്രിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രിക്ക് ഇപ്പോൾ എല്ലായിടത്തും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല, നിനക്കൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല. ആ ട്രിക്ക് എല്ലാവരോടും നീ പറഞ്ഞോളൂ. ട്രിക്കോ? ഞാനൊരു ട്രിക്കും അങ്ങനെ അറിഞ്ഞോളാലോ. ഞാൻ ആരോടൊന്നും പറയില്ല, പെട്ടെന്ന് പറയും. ഇവിടെ നിറച്ച് ഫോംബിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫിറ്റ് ഫുള്ള് നശിച്ചു. ട്രിക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം, നീ വേറെ ആരോടും പറഞ്ഞു കൊടുക്കരുത് ഇതൊന്നും കേട്ടോ. ട്രിക്ക് എന്ന് പറയുകയാണെങ്കിൽ നീ മൊബൈലിൽ പോയിട്ട് നീ ചീറ്റ് കോഡ് അടിച്ചാൽ മതി. 2040 അടിച്ചു കഴിഞ്ഞാൽ ഫോംബി ഫുള്ളും പൊക്കോളും. ഓക്കെ, ആ പുള്ളി പറഞ്ഞത് 2040 മൊബൈലിൽ ചീറ്റ് കോഡ് ഒന്ന് അടിച്ചാൽ മതി എന്നാണ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ട് ചീറ്റ് കോഡ് അടിക്കാം. എന്നിട്ട് നിങ്ങൾ കാണിച്ചു കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളാണെങ്കിൽ വീട്ടിലെത്തിയിട്ടുണ്ട്. എങ്ങനെയോ നമ്മുടെ വണ്ടിയാണ് നമ്മൾ റിപ്പയർ ചെയ്തിട്ടാണ് വീട്ടിലെത്തി, അല്ലെങ്കിൽ അതൊക്കെ പൊട്ടിച്ചളയും. നമുക്ക് ഫോംബിയൊക്കെ ഓടിക്കണം. നമുക്ക് ആ പുള്ളി പറഞ്ഞത് എത്രയായിരുന്നു? 2040 തോന്നുന്നു. നമുക്ക് 2040 അടിച്ചു പണി കിട്ടും. 2040 അടിച്ചിട്ടുണ്ട്. ചീറ്റ് കോഡ് പ്രോസസ് ഫോംബി ഡിയാക്ടിവേറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാൻ പോയി, പക്ഷെ ഫോംബി പോയിട്ടില്ലല്ലോ. ഇതന്നെ ഫോംബി ഒന്നും പോവാത്ത കേസ്. ഒയ്യോ, നമ്മൾ കണ്ടു പണ്ടാര ഫോംബി. കേക്ക് എടുത്ത് പിടിക്കാം. ചാവട ഇത് എത്ര വെടി കൊള്ളണം അതിന്? ഓ ചത്തു. ഇതന്നെ ഇത് സ്പ്രിങ് തെറിച്ച് പോകണമല്ലാണ് കേസ് പോണിതൊക്കെ. നമുക്ക് സ്നൈപ്പ് എടുത്ത് പിടിക്കാം, അതാകുമ്പോൾ ഒരു വെടി വതിരോ. അത് കൊള്ളണം, ഒരെണ്ണം കൊണ്ടുണ്ട് കേസ്. എനിക്ക് തോന്നണം ബാക്കിത്തൊക്കെ പോയി തോന്നുന്നു. കുറച്ച് സോംബി ഉള്ളൂ, അല്ലാത്തപ്പോൾ നിറച്ച് സോംബിയാണ്. നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടാലേ, നേരത്തെ ആദ്യത്തെ ഇതുപോലെ ഈ സ്ഥലത്ത് കണ്ടാലേ നിങ്ങൾ കുറേ ഫോംബി ഉണ്ടായിരുന്നു. ഇപ്പം ഇത്ര ഉള്ളൂ ഭാഗ്യം. ഇതിനൊക്കെ കൊല്ലാൻ പറ്റുമെന്ന് തോന്നുന്നു ഗൈസ്. ഇതിനൊക്കെ ഒറ്റയടിക്ക് കൊല്ലാം, ഓർത്ത് പേടിക്കണ്ട. ഇവിടെ നിറച്ചുണ്ട്, പക്ഷേ എന്നാലും ഉണ്ട്. കൊല്ലടാ. ചത്തു കൊണ്ടാലും പിടിക്കാനിട്ട് കൊല്ലടാ. എനിക്കാണെങ്കിൽ സ്നൈപ്പ് ചെയ്യാൻ എനിക്ക് അധികം അറിയില്ല ഗൈസ്. NPCകളൊക്കെ എവിടെ ഉണ്ട് ഗൈസ്? ഇവരെ കടിക്കണമല്ലോ, നമ്മളെ മാത്രം കടിക്കണത്. ഇവരൊക്കെ കടിക്കടാ പോയി മണ്ടന്മാർ. എന്നെ മാത്രം കടിക്കുള്ളൂ, വേറെ ആരെയും കടിക്കില്ല. വണ്ടിയൊക്കെ പോകുന്നുണ്ട്, അവരൊക്കെ പിന്നെ അറ്റാക്ക് ചെയ്യാൻ പാടില്ലേ. നമ്മൾ വണ്ടി കൊണ്ടുപോയാൽ നമ്മളെ കടിക്കും. അത് നമുക്ക് വിഷയമില്ല, നമുക്ക് എല്ലാത്തിനും കൊല്ലാം ഗൈസ്. നമുക്ക് ഗണ്ണുണ്ടല്ലോ, ഓക്കെ അടിച്ചാവടാ. നെഞ്ചത്ത് തന്നെ പറഞ്ഞാൽ കൊണ്ടുണ്ട്. ഇതേ കൊണ്ടു പറഞ്ഞാൽ ഇത് ജനിക്കുന്നുണ്ടോ വീണ്ടും? ആ പുള്ളി പറഞ്ഞ ട്രിക്ക് ഇതായിരുന്നല്ലോ. വീണ്ടും ജനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതേ നിൽക്കണ സോംബിയാന്ന് തോന്നുന്നു. ആ സോംബിയാണ്, സോംബിയ. കൊല്ലടാ. ഇത് വീട്ടിൽ കൊള്ളാമല്ലോ. കൊണ്ട് നമുക്കിനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. ഇത് അവിടെ 2 സോംബി ഉണ്ടല്ലോ, 2 or 3 സോംബി ഉണ്ട്. 2 സോംബി ഉണ്ട് ഇവിടെ. ഓക്കെ, ഓരോന്നിനെ കൊണ്ടുണ്ട്, 2 കൊണ്ടുണ്ട്. ഇനി വേറെ എവിടെയെങ്കിലും ചുറ്റി നോക്കാം നമുക്ക്. എനിക്ക് തോന്നണം എല്ലാം ചത്തുന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ നമ്മുടെ ഫിറ്റിനെ രക്ഷിച്ചു ഗൈസ്. എല്ലാ സോംബിയും ചത്തറക്കണം.
യെസ് ഗൈസ്, നമ്മൾ ഫൈനലി എല്ലാത്തിനും കൊന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ മിലിറ്ററിക്കാരും പറഞ്ഞ ട്രിക്ക് കാരണം നമ്മൾ എല്ലാത്തിനും കൊന്നു, അല്ലെങ്കിൽ നമുക്കെല്ലാം കൊല്ലാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇനി വരാം ഗൈസ്. ഓക്കെ, ബായ്.